പുതിയ മാർപ്പാപ്പയിലേക്ക് ഇനി അധിക ദൂരമില്ല. ആഗോള കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മാർപ്പാപ്പ എന്ന ഭാരിച്ച ഉത്തരവാദിത്തം, ആ പദവി ആരിലേക്കാവും കൈമാറപ്പെടുക എന്നറിയാൻ ലോകം മുഴുവൻ വത്തിക്കാനിലേക്ക് ഉറ്റുനോക്കുന്ന സമയം. മെയ് 7-ന് സിസ്റ്റൈൻ ചാപ്പലിൽ നടക്കാനിരിക്കുന്ന കോൺക്ലേവിനെ കുറിച്ചുള്ള ചർച്ചകൾ ഈ ദിവസങ്ങളിലെല്ലാം ലോകമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. നമുക്കറിയാം, ലോകമെമ്പാടുമുള്ളവർ അടുത്ത മാർപ്പാപ്പ ആരാണെന്നറിയാൻ കാത്തിരിക്കുന്നത് പോലെ തന്നെ വത്തിക്കാനും പുതിയ മാർപ്പാപ്പയെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. കോൺക്ലേവ് നടക്കുന്നതിനുള്ള അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും വത്തിക്കാനിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സിസ്റ്റൈൻ ചാപ്പലിന് മുകളിൽ പുകക്കുഴൽ തയ്യാറായി എന്നുള്ള വാർത്ത നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദിനാൾമാർക്ക് പുറം ലോകവുമായുള്ള ബന്ധത്തെയാണ് ഈ പുകക്കുഴൽ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, പാപ്പാമാരുടെ തെരഞ്ഞെടുപ്പ് ഫലം എന്തായി എന്ന് പുറം ലോകത്തെ അറിയിക്കുന്ന ഒരു മാർഗമാണിത്. പുകക്കുഴലിലൂടെ ഉയരുന്ന പുക വെളുത്ത നിറത്തിലാണ് എങ്കിൽ പാപ്പയെ തിരഞ്ഞെടുത്തു എന്നും, ഇനി കറുപ്പാണ് എങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയമായില്ല, പാപ്പയെ തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ല എന്നുമാണ് അർത്ഥം. ലഭ്യമായ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം വോട്ടവകാശമുള്ള 133 കർദിനാൾമാരിൽ 131 പേരും ഇപ്പോൾ റോമിലുണ്ട്. കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദിനാൾമാർക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നത് കാസ സാന്താ മാർത്തയിലാണ്. സാന്താ മാർത്തയിൽ നവീകരണ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി. നാളെ മെയ് 6 മുതൽ കർദിനാൾമാരുടെ താമസം അവിടെ ആയിരിക്കും. കോൺക്ലേവ് എത്ര നാൾ നീളുമെന്നുള്ളത് പ്രവചനാതീതമായതിനാൽ എത്ര കാലം അവർ സാന്താ മാർത്തയിൽ തുടരുമെന്നതിനും വ്യക്തതയില്ല. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, വർഷങ്ങളോളം കോൺക്ലേവ് നീണ്ടുനിന്ന കാലഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. 1268 ക്ലെമന്റ് 4-ാമൻ പാപ്പയുടെ കാലശേഷം അടുത്ത മാർപ്പാപ്പയായി ഗ്രിഗറി 10-ാമൻ ആ സ്ഥാനത്തേക്ക് വരുന്നത് 1271-ലാണ്. അതായത് ഏതാണ്ട് 3 വർഷത്തോളം ഗ്യാപ്പ് വന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ കോൺക്ലേവ് നീളാനുള്ള ഈ സാധ്യതകളെയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് വേണ്ട തയ്യാറെടുപ്പുകളോടുകൂടിയാണ് താമസ സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിരിക്കുന്നത്. കർദിനാൾമാരുടെ കണക്കെടുത്താൽ യൂറോപ്പിൽ ഇറ്റലിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കർദിനാൾമാർ ഉള്ളത്, 19 പേർ. പിന്നെ വരുന്നത് ഫ്രാൻസ് ആണ്, 6 പേർ. തൊട്ടു പിന്നാലെ സ്പെയിനാണ്, 5 പേർ. കോണ്ടിനൻസിന്റെ കണക്കെടുത്താൽ അമേരിക്കകളിൽ നിന്ന്, സൗത്ത്, നോർത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള 37 കർദിനാൾമാരും ഏഷ്യയിൽ നിന്നുള്ള 23 പേരും ആഫ്രിക്കയിൽ നിന്നുള്ള 18ഉം ഓഷ്യാനയിൽ നിന്നുള്ള 4 പേരുമാണ്. ഇങ്ങനെയാണ് കണക്കുകൾ. കോൺക്ലേവിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ വംശജനായ ഒരു പാക് കർദിനാളുമുണ്ട്, ജോസഫ് കൗട്സ്. 1945 ജൂലൈ 21-ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് ജുളുണ്ടൂർ രൂപതയിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രധാന പട്ടണമായ അമൃത്സറിലാണ് ജോസഫ് കൗട്സിന്റെ ജനനം. ഗോവയിൽ നിന്നുള്ളവരായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് ഇന്ത്യയിൽ ജനിച്ച് പാകിസ്ഥാനിലേക്ക് കുടിയേറിയ കുടുംബം. ജനസംഖ്യയുടെ 2% താഴെ മാത്രം വരുന്ന ക്രൈസ്തവരുള്ള മുസ്ലിം രാജ്യത്ത് മതാന്തര സംഭാഷണത്തിൻ്റെ ഉറച്ച വക്താവ്, പാകിസ്ഥാൻ്റെ 78 വർഷത്തെ ആധുനിക ചരിത്രത്തിലെ 2-ാമത്തെ കർദിനാൾ. 2 മാസത്തിന് ശേഷമാണ് കോൺക്ലേവ് നടക്കുന്നതെങ്കിൽ വോട്ടവകാശം നഷ്ടമാകുമായിരുന്ന കർദിനാൾ, അതായത് അദ്ദേഹത്തിൻ്റെ പ്രായം ജൂലൈ മാസം ആകുമ്പോൾ 80-ലെത്തുമെന്നർത്ഥം. ഇങ്ങനെ നീളുന്നു ഇന്ത്യൻ വംശജനായ പാക് കർദിനാൾ ജോസഫ് കൗട്സിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ. 2018 ജൂൺ 28-ന് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ കൺസിസ്റ്ററിയിൽ കർദിനാളായി നിയമിച്ചത്. ഇക്കുറി ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്ന വോട്ടവകാശമുള്ള കർദിനാൾമാർ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. കർദിനാൾമാർ ബസേലിയൂസ് ക്ലീമിസ് ബാവ, കർദിനാൾ ജോർജ് കൂവക്കാട്, ഗോവ ദാമൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് നേരി, ഹൈദരാബാദ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അന്തോണി പോള എന്നിവരാണ്. അപ്പോൾ ഇതാണ് കോൺക്ലേവിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള വിവരങ്ങൾ. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. റോമ 8-ാം അധ്യായം 30-ാം വാക്യം. ദൈവിക പദ്ധതി എന്താണോ അത് പൂർത്തിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി.